നമ്മൾ ബഹുമാനപ്പെട്ട കോടതി, ആ കോടതികൾ ആവലാതികളെയും വേവലാതികളെയും ന്യായമായ ആവശ്യങ്ങളെയും ആ ആവശ്യങ്ങളെ കേൾക്കാൻ തയ്യാറാണ്. അങ്ങനെ കേൾക്കാനേ പറ്റില്ല, നിങ്ങളിങ്ങോട്ട് വരാനേ പാടില്ല എന്ന് ഒരു വിഭാഗത്തെ പൂർണ്ണമായി ചവിട്ടിപ്പുറത്താക്കുമ്പോൾ, കോടതിയിൽ നിന്നേ ചവിട്ടിപ്പുറത്താക്കുമ്പോൾ അത് ഏതു തരത്തിലുള്ള പ്രതികരണമാണ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഇവിടെ നൂറുകണക്കിന് വർഷമായി ഇവിടെ നടക്കുന്ന, നാട്ടുകാർ ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന, ഗവൺമെന്റും നാട്ടുകാരും എല്ലാ മതവിഭാഗവും എല്ലാ പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ആഘോഷങ്ങളും ഉത്സവങ്ങളും ഉണ്ട്. ആ ആഘോഷങ്ങളും ഉത്സവങ്ങളും തകർക്കാൻ ചില ഊച്ചാളി സംഘടനകൾ, അത്തരം ചില സംഘടനകൾ അവർക്ക് എവിടുന്നോ കിട്ടുന്ന പണം ഉപയോഗിച്ച്, ഇപ്പോ ഇവര് ദേവസ്വംകാര് കോടതി, സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി പോയപ്പോൾ കണ്ടെന്നാണ് അവിടെ കവിയറ്റുണ്ട്. അവിടെ സുപ്രീം കോടതിയിൽ 2 or 3 കവിയറ്റ് അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഈ NGOs കൊടുത്ത കേസ്, ദേവസ്വംകാര് കേസുമായി വരുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കൂടി കേട്ടാൽ മാത്രമേ തീരുമാനമെടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് മുൻകൂട്ടി സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തിരിക്കുകയാണ്. എങ്ങനെയാണ് ഇവർക്ക് ഇതൊക്കെ സാധിക്കുന്നത്? സുപ്രീം കോടതിയിലൊക്കെ ഒരു ഹർജിയുമായി പോകണമെങ്കിൽ എന്തൊക്കെ ചെലവുണ്ട്, എന്തൊക്കെ കാര്യമുണ്ടെന്നൊക്കെ പോയവർക്കറിയാലോ. ഇവർക്ക് എവിടുന്ന പണം? എന്താ ഇവരുടെ ഉദ്ദേശം? ആരാ ഇവരുടെ പുറകിലുള്ളത്? അവർക്കെന്താ ഈ പൂരങ്ങളെ തകർക്കണം എന്ന് ഇത്ര നിർബന്ധ ബുദ്ധി? എന്താ അവിടെ? ഏത് ആനയാണ്, ഏത് മൃഗത്തെയാണ് അവിടെ പീഡിപ്പിക്കുന്നത്? അപ്പൊ ഇത് മൃഗസ്നേഹമല്ല. നേരത്തെ ഇവിടെ പലരും പറഞ്ഞതുപോലെ അങ്ങനെ നിഷ്കളങ്കമായ ഒരു നീക്കമല്ല ഇത്. ഇത് ദുരുപദിഷ്ഠിതമായ, സങ്കുചിതമായ, ആസൂത്രിതമായ ഒരു നീക്കം ഇതിന് പുറകിലുണ്ട്. കാരണം തൃശ്ശൂർ പൂരം എന്നത് ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളുടെ, ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ ഉണ്ടായിരുന്നു, ഞാനത് ദൂരെ നിന്ന് നോക്കിക്കണ്ട ഒരാളാണ്. പ്രത്യേകിച്ചും യുവതി യുവാക്കളുടെയൊക്കെ ഇരമ്പി ആർത്തു വരുന്ന യുവതയുടെ ഒരു ആവേശത്തിമിർപ്പിന്റെ ആഘോഷമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. അത് ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു വികാര തള്ളിച്ചയും വൈകാരികാനുഭൂതിയും ഭക്തിപ്രഹർഷവുമെല്ലാം സമന്വയിക്കുന്ന മഹത്തായ ഒരു ഉത്സവമാണ്, ആഘോഷമാണ്. അതിലൊക്കെ അസൂയയുള്ള, കെറുള്ള, അതിനെയൊക്കെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്ന സനാതനധർമ്മത്തിന്റെ ഇത്തരം കൂട്ടായ്മകളെ ഇല്ലാതാക്കണം എന്നാഗ്രഹിക്കുന്ന, വളരെ ബുദ്ധിപൂർവം അതിനെ തകർക്കണം എന്നാഗ്രഹിക്കുന്ന ശക്തികളുടെ പിന്തുണയോടുകൂടിയാണ് ഇത്തരം ദുരുപദിഷ്ടമായ നീക്കങ്ങൾ നടക്കുന്നത് എന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അതിനെതിരായിട്ട് അതിനെ നമ്മളെ കണ്ണടച്ചിരുന്നാൽ, അതിനെ പ്രതികരിക്കാതിരുന്നാൽ ഇതിനപ്പുറത്തേക്ക് വരും. ഇപ്പോ ആർക്കും തോന്നാം, ഏത് നിയമ സംവിധാനത്തിനും തോന്നാം, എന്തിനാണ് തിരുവനന്തപുരം എയർപോർട്ടിൽ ഒരു ദിവസം വിമാനം പറത്താതിരിക്കുന്നത് എന്ന് നാളെ ചോദ്യം വരാം. തിരുവനന്തപുരം എയർപോർട്ടിൽ ഒരു ദിവസം വിമാനം പറത്താറില്ല. കാരണം തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് നടക്കുന്ന ദിവസം തിരുവനന്തപുരം എയർപോർട്ടിൽ ഫ്ലൈറ്റുകൾ ഇറങ്ങാറും ഇല്ല, ഉയരാറുമില്ല. അന്ന് ആറാട്ട് നടക്കുന്ന ദിവസം. എനിക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ, കുറച്ച് മാസം കഴിയുമ്പോൾ എന്തിനാണ് എയർപോർട്ട് ഇങ്ങനെ അടച്ചിടുന്നത് എന്ന് ചോദിക്കും. ഈ എയർപോർട്ടിന്റെ ഭൂമി, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭൂമി സൗജന്യമായി കൊടുത്തിട്ടാണ് എയർപോർട്ട് ഉണ്ടാക്കിയത് എന്നുള്ളതൊന്നും പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം കാര്യമൊക്കെ നടന്നു കഴിഞ്ഞല്ലോ. അപ്പൊ ആരെങ്കിലും ഒരാൾ കോടതിയിൽ പോകുന്നു, എന്റെ യാത്ര തടസ്സപ്പെടുകയാണ്, ഇത്ര ദിവസം എനിക്ക് പോകണമായിരുന്നു, അതുകൊണ്ട് എയർപോർട്ട് തുറക്കണം എന്ന് പറഞ്ഞാൽ എയർപോർട്ട് തുറക്കും. ആറാട്ട് നടന്നിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, എയർപോർട്ട് തുറക്കണം എന്ന് പറയും. കാരണം ഇപ്പൊ കവനന്റിൽ, അന്ന് കവനന്റിൽ സർക്കാരുമായി ഒപ്പിട്ട കവനന്റിൽ പറഞ്ഞു എന്നാണ് ഗാർഡ് ഓഫ് ഓണർ. ഗാർഡ് ഓഫ് ഓണർ നിർത്തിയിട്ട് ഇപ്പോ ഗാർഡ് ഓഫ് ഓണർ, ഇപ്പൊ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ അവർ ഗാർഡ് ഓഫ് ഓണർ വന്നപ്പോൾ പറഞ്ഞു ഗാർഡ് ഓഫ് ഓണർ ഇല്ല. പിന്നെ ചില ഇടപെടലുകളൊക്കെ നടത്തിയപ്പോൾ ഒരു ഭേദഗതി വന്നു എന്നാണ് പറയുന്നത്. ഗാർഡ് ഓഫ് ഓണർ വേണമെങ്കിൽ നടത്താം, പക്ഷെ ഒരു ഗാർഡ് ഓഫ് ഓണറിന് 10,000 രൂപ വേണം. അതായത് പൂർണ്ണത്രയീശന് ഒരു ഭഗവാൻ ഒരു സാല്യൂട്ട് അടിക്കുന്നതിന് 10,000, അവർക്ക് 5-6 സാല്യൂട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്, അപ്പം 60,000. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 17 സാല്യൂട്ട് ഉണ്ട് പോലും, അപ്പോൾ 1,70,000 കിട്ടി. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മാർഗങ്ങൾ തേടുന്നതിനിടയിൽ ഒരു കുറുക്കൻ കൗശലമായിട്ട് ഗാർഡ് ഓഫ് ഓണറിന്റെ പേരിലും കൂടി, ദൈവത്തിന്റെ പേരിലും കൂടി കൊള്ള നടത്താൻ
തീരുമാനിച്ചിരിക്കുന്നു എന്നല്ലാതെ വേറെന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അപ്പൊ അതായത് പോലീസുകാരെന്താണ് ചെയ്യുന്നത്? നമ്മളിപ്പോ ബഹുമാനിക്കേണ്ട ഒരാൾ, ഇപ്പൊ സ്വാമീനെ ഞാൻ കണ്ടു, സ്വാമീനെ ഞാൻ ബഹുമാനിച്ചു, സ്വാമീനെ ബഹുമാനിച്ചു, സ്വാമിയുടെ പാദസ്പർശം നടത്തി ഞാൻ ഇങ്ങോട്ട് നിന്നിട്ട് ഞാൻ സ്വാമിയോട് പറയാണ്, ഞാൻ താങ്കളെ സ്വാമിയെ നന്നായി ബഹുമാനിച്ചിട്ടുണ്ട്, ഒരു 500 ഉറുപ്പിക എടുക്കുമെന്ന് സ്വാമിയോട് പറയുന്ന പോലത്തെ പരിപാടിയല്ല ഈ ഗാർഡ് ഓഫ് ഓണർ ഡ്യൂട്ടി നടത്തിയിട്ട് പിന്നെ അതിനുവേണ്ടി പരിശോധിക്കാന്ന് പറയുന്നു. അതിനുവേണ്ടി പരിശോധിക്കുകയാണ്. ഞങ്ങൾ ബഹുമാനിച്ചിരിക്കുന്നു, അതിന്റെ പൈസ ഇങ്ങോട്ട് എടുക്കുന്നതാണ്. അപ്പൊ പണം ഉണ്ടെങ്കിൽ നടത്താം എന്നുള്ളതാണ്. ഈ നിലയിലുള്ള സമീപനങ്ങളാണ് അടുത്ത കാലത്തായി തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാര്യം. അതുകൊണ്ട് ഇതിനെതിരായി അതിശക്തമായ സമര പ്രക്ഷോഭ പരമ്പരകൾ ഒരു ഭാഗത്തും നിയമപരമായ പോരാട്ടങ്ങൾ മറുഭാഗത്തും നടക്കേണ്ടതുണ്ട്. കണ്ണു തുറക്കേണ്ടവരുടെ കണ്ണു തുറപ്പിക്കാൻ അതാണ് മാർഗം. എങ്ങനെയായാലും ശരി, ഒരു കാര്യം ഇവിടെ കൂടിയ എല്ലാവരോടുമായി എല്ലാവർക്കും വേണ്ടി പറയുകയാണ്, ഇനി ഏത് വിധി വന്നാലും എത്ര ഉത്തരവ് വന്നാലും തൃശ്ശൂർ പൂരം ഇതുവരെ എങ്ങനെയാണോ നടത്തിയിരുന്നത് അതുപോലെ നടന്നിരിക്കും. അതിൻ്റെ പേരിൽ നിങ്ങൾ വന്ന ആളുകളെയെല്ലാം നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനാണെങ്കിൽ നിങ്ങൾ ഒരുപാട് ജയിലിൽ കേരളത്തിൽ പണിയേണ്ടി വരും എന്ന് മാത്രമാണ് ബന്ധപ്പെട്ടവരോട് പറയാനുള്ളത്. കാരണം അത്രയും ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ അതിനുവേണ്ടി സന്നദ്ധരായി വരും. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ജയിലും മതിയാവില്ല. അതുകൊണ്ട് ഭീഷണിയോടുകൂടി പിപ്പിരി കാണിച്ച് ഈ പൂരത്തെയും ഉത്സവങ്ങളെയും ആഘോഷങ്ങളെയും തടയാം എന്ന് വിചാരിച്ചിരുന്നുണ്ടെങ്കിൽ അതിന് ഭയന്നിരുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ കാലമൊക്കെ പോയി. ഇപ്പോ കാലം വേറെയാണ്. ഇപ്പോൾ ഉണർന്ന ഹിന്ദുവാണ്, പ്രതികരണ ശേഷിയുള്ളവരാണ്. അതുകൊണ്ട് അങ്ങനെ അങ്ങ് കീഴടങ്ങിക്കളയും എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല എന്നാണ്. ഇനി എവിടെന്നെങ്കിലും കിട്ടുന്ന ഫണ്ടൊക്കെ ഉപയോഗിച്ച് ഇതിൻ്റെ പുറകിൽ പോയിട്ട് അങ്ങനെ ഒരു ഉത്തരവുണ്ട് പൂരവും ആഘോഷങ്ങളൊക്കെ ഇല്ലാതാക്കാം എന്ന് കരുതിയിട്ട് നടക്കുന്ന ആളുകളോടും കൂടിയാണ് പറയുന്നത്. അങ്ങനെ അങ്ങ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ കാര്യം അങ്ങ് നടത്തിത്തരാൻ ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിന് മനസ്സില്ല എന്ന് മാത്രമാണ് അത്തരം ആളുകളോട് പറയാനുള്ളത്. അവർ ഖേദിക്കേണ്ടി വരും. ഏതായാലും ഇവിടെ ഇപ്പോൾ നമ്മളൊരു സമിതിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ധാരാളം പരിപാടികൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. ഇന്ന് പാലക്കാട് ജില്ലയിൽ വലിയൊരു കലക്ടറേറ്റ് മാർച്ച് നടന്നിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ അണിനിരന്നിരുന്നു. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ആകെ ഒരു കൊല്ലത്തിൽ 6 മാസമാണ് ഈ ഉത്സവ ആഘോഷമൊക്കെ. ഈ ഉത്തരായണ കാലത്ത് മാത്രമേ ഇതൊക്കെ ഉണ്ടാവുക. പലരും ഇപ്പോൾ വാദ്യക്കാരാണെങ്കിലും ഈ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സാധാരണ മനുഷ്യരും പാവപ്പെട്ടവരും അവർ ഈ 6 മാസത്തിൽ കിട്ടുന്ന കുറച്ച് ഉത്സവങ്ങളിലൊക്കെ പങ്കെടുത്ത് കിട്ടുന്ന തുക കൊണ്ട് വേണം ഒരു കൊല്ലം അവർക്ക് ജീവിക്കാൻ, അവരുടെ കുടുംബം പോറ്റാൻ. ഇതിനുവേണ്ടി സമർപ്പിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം വേറെ വരുമാന മാർഗമൊന്നുമില്ല. അവരുടെ ജീവിതോപാധിയാണ്, ജീവനോപാധിയാണിത്. ചിലർ പറയും ഇത് വലിയ ധൂർത്താണ് എന്ന് പറയും, ചിലർ വലിയ ആഡംബരമാണ് എന്നൊക്കെ പറയും. ശരിയാണ്, ധൂർത്താണ്, ആഡംബരമാണ്. പക്ഷെ ഇതെവിടെയും കടലിൽ കൊണ്ടേ കളയുന്നൊന്നുമല്ല. ആനേനെ ഇവിടത്തേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ ആനയെ കൊണ്ടുവരുന്ന വണ്ടിക്കാരനും ആനയുടെ പാപ്പാനും ആനയുടെ ഉടമയ്ക്കും ആനയെ കുളിപ്പിക്കുന്നവർക്കും ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നവർക്കും ആനയുടെ ഭക്ഷണത്തിനും അതിനെല്ലാം വേണ്ടി കൊടുക്കുന്ന തുക ഈ നാട്ടിലെ ആളുകളുടെ കീശയിൽ തന്നെയാണ് എത്തുന്നത്. അതിന്റെ ചോറുമാകാൻ വേണ്ടി തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അല്ലാതെ ഈ ധൂർത്ത് എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയിട്ട് അറബിക്കടൽ കലക്കിക്കടയിലല്ല. അങ്ങനെ ഓരോന്നിനു വേണ്ടി ഉപയോഗിക്കുന്ന പണം ഈ നാട്ടുകാരുടെ കയ്യിൽ തന്നെയാണ് എത്തുന്നത്, ഇവിടത്തെ കടകളിൽ തന്നെയാണ് എത്തുന്നത്, ഇവിടത്തെ ജീവനോപാധത്തിന് വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് ഇവിടെ അമ്പാനിമാരും അതുപോലെ തന്നെ മറ്റാളുകളും വന്നിട്ടൊന്നല്ല ഇതൊന്നും നടത്തുന്നത്. ഇതൊക്കെ ഇവിടുത്തെ സാധാരണക്കാരന്റെ കയ്യിൽ തന്നെയാണ് എത്തുന്നത്. അതുകൊണ്ട് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്, തൃശ്ശൂർ ഉൾപ്പെടെയുള്ള പൂരങ്ങൾ, ഇവിടെ നടക്കുന്ന എല്ലാ തരത്തിലുള്ള പൂരങ്ങളും ആഘോഷങ്ങളും നടത്തുമ്പോൾ അതിനുവേണ്ടി ചെലവഴിക്കുന്ന പണം, ആ പണവും ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇപ്രാവശ്യം അവിടെ പാലക്കാട് ഒരു ഗണേശോത്സവത്തിന് പോയി. ആ ഗണേശോത്സവത്തിന് പോയപ്പോൾ ഒറ്റപ്പാലത്താണ് ഞാൻ ഇപ്രാവശ്യം പോയത്. കഴിഞ്ഞ പ്രാവശ്യം പാലക്കാടായിരുന്നു. 150ഓളം ഗണേശന്മാരുണ്ട്, വലിയ ഗണേശന്മാർ. ആ ഗണേശ വിഗ്രഹത്തിന് വലിയ പൈസയാവും. അപ്പോൾ അത് നടത്താൻ വേണ്ടിയിട്ട് വലിയൊരു തുക ചെലവാവുകയൊക്കെ ചെയ്യും.
അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇത്രയും ഗണേശന്മാരൊക്കെ വെച്ചുകൊണ്ട് വലിയൊരു ഗണേശോത്സവം നടത്തണോ? ഇപ്പോൾ ഒരു ഗണേശന് 5000-10,000 രൂപയാകും. ഇപ്പോൾ വളരെ പാവപ്പെട്ട ആളുകൾക്ക് കുറച്ച് വീടെടുത്ത് കൊടുക്കാതെ ഈ പൈസ ഉണ്ടെങ്കിലും ഞാൻ അവരോട് പറയണ്ടേ. അപ്പോൾ ഈ സംഘാടകന്മാരുടെ മുമ്പിൽ ഞാൻ ഈ കാര്യം വെച്ചാൽ അവർ പറഞ്ഞത്, ഈ പൈസയൊക്കെ തരുന്ന കച്ചവടക്കാരും അതുപോലെ തന്നെ കുറച്ച് സാമ്പത്തിക ശേഷിയുള്ളവരുമാണ്. അവരോട് പോയിട്ട് വീടെടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവർ 100 രൂപ തരുമെങ്കിൽ ഒരു ഗണേശ വിഗ്രഹം മേടിച്ചു തരണം എന്ന് പറഞ്ഞാൽ 25,000 അന്നേരം തന്നെ എടുത്തു തരും. അങ്ങനെ പണമുള്ള സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ അവരാണ് ഇതിനു വേണ്ടി കൊടുക്കുന്നത്. അപ്പം അങ്ങനെ അവർ കൊടുക്കുന്ന പണം ആരുടെ കയ്യിലാണ് കിട്ടുന്നത്? അത് ഈ ഗണേശ പ്രതിമ നിർമ്മിക്കുന്നവരും അതുപോലെ തന്നെ അതിനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഇത് കിട്ടുകയാണ്. അപ്പോൾ ഒരു സമ്പത്തിന്റെ പുനർവിതരണമാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് വലിയ ദൂർത്താണ്, അതുപോലുള്ള കാര്യങ്ങളാണ് എന്ന് പറയും. ഇനി അതിന്റെ പേരിലാണ് കോടതി നിരോധിച്ചെങ്കിൽ നമുക്ക് മനസ്സിലാക്കായിരുന്നു. അതിന്റെ പേരിലൊന്നുമല്ല കോടതി നിരോധിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു കാരണവും ഇതിന്റെ പിറകിൽ ഹർജിക്കാർക്കുമില്ല. ഹർജിക്കാർ ഈ ദൂർത്തുകൊണ്ട് ഹിന്ദുക്കൾ മുടിഞ്ഞു പോകുന്നു, അതുകൊണ്ട് അവർ പാപ്പരായി പോകുന്നു, അതുകൊണ്ട് നിർത്തണം എന്നുള്ള ഒരു ആക്ഷേപം കക്ഷികൾക്കുമില്ല. ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിയിലും അതില്ല. മറ്റു ചില ഉദ്ദേശങ്ങളാണ് ഇതിന് പിറകിലുള്ളത് എന്നുള്ളത് കൊണ്ട് ഇത് നമ്മുടെ ഹിന്ദു ഉത്സവങ്ങളെയും ആഘോഷങ്ങളെയും തകർക്കാനുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം കൂടി പറയുകയാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഹിന്ദു ഐക്യവേദി കേരളത്തിൽ വിവരാവകാശ നിയമപ്രകാരം ഒരു കാര്യം എടുത്തിട്ടുണ്ട്. ആ കാര്യം ഇവിടെ അനധികൃതമായ അറവുശാലകൾ എത്ര പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇറച്ചിത്തോരണം തൂക്കിയിട്ടിരിക്കുകയാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് പോകുമ്പോൾ കാണുന്നത് ബീഭത്സമായ ദൃശ്യങ്ങളാണ്. നഗരങ്ങളിൽ മുഴുവനും ഇങ്ങനെ ഇറച്ചിത്തോരണം ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. എത്ര എണ്ണത്തിന് നിയമപരമായിരുന്നു അതുകൊണ്ട് എന്നുള്ളൊരു കണക്കെടുത്തപ്പം 1000കണക്കിന് എണ്ണം അനധികൃതമായാണ് പ്രവർത്തിക്കുന്നത്. അത് കൊലയാണ്, കൊലപാതകമാണ്, അതും മൃഗമാണ്. അവിടെ കൊല്ലുകയാണ്, കൊന്നു തിന്നുകയാണ്. ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഉത്സവത്തിന് ആനയെ കൊല്ലുന്നു, ആനയെ കൊന്നു തിന്നുന്നു എന്ന ആക്ഷേപമാക്കുന്നുണ്ടോ? നമ്മൾ 1000കണക്കിന് വർഷം മുമ്പ് ആനയെ എങ്ങനെ ചികിത്സിക്കണം, ആനയ്ക്ക് എന്ത് ഭക്ഷണം കൊടുക്കണം, ആനയ്ക്ക് അസുഖം വന്നാൽ എങ്ങനെ നോക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാതംഗ ലീല എന്ന് പറഞ്ഞ ഒരു മഹത്തായ ഗ്രന്ഥം രചിക്കപ്പെട്ട നാടാണിത്. ആനപ്രേമികളെ ഇവിടെയുള്ളൂ, ആനകളെ പീഡിപ്പിക്കണം എന്ന് ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ബന്ധപ്പെട്ടവരോടാണ് പറയുന്നത്, ഇവിടെ കേരളത്തിൽ ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും പേരിൽ ഒരു മൃഗത്തെയും ഇനി മുതൽ കൊല്ലാൻ പാടില്ല, ഒരു മൃഗത്തെയും ഇനി ഉപദ്രവിക്കാൻ പാടില്ല, ഒരു മതക്കാരും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട കോടതി ഒരു ഉത്തരവ് പുറപ്പെടുകയാണെങ്കിൽ തൃശ്ശൂർ പൂരവും നമുക്ക് നിർത്തിവെക്കാം. എന്താ നമ്മുടെ അഭിപ്രായം? അങ്ങനെ ഒരു ഉത്തരവ് വന്നാൽ നമുക്ക് നിർത്തിവെച്ചൂടെ? അങ്ങനെ ഒരു ഉത്തരവ് വന്നാൽ ഒരു മതത്തിന്റെ പേരിലും ഒരു മൃഗത്തെയും കൊല്ലാൻ പാടില്ല, ഒരു മതത്തിന്റെ ആഘോഷത്തിന്റെയും ഒന്നും പേരിൽ ഒരു മൃഗത്തെയും കൊല്ലാൻ പാടില്ല എന്ന് ഹൈക്കോടതി ഒരു വിധി പ്രഖ്യാപിക്കട്ടെ. ഒരു പ്രശ്നവുമില്ല, ഒരു ഉപദ്രവം വേണ്ട. പക്ഷെ ഒറ്റ കണ്ണോടുകൂടി കാര്യങ്ങൾ കാണുമ്പോൾ അത് പക്ഷപാതപരമാണെന്നും നീതി നിഷേധമാണെന്നും പറയാനുള്ള അവകാശം ഈ നാട്ടിൽ എല്ലാവർക്കുമുണ്ട്. അത് കോടതിയെ വിമർശിക്കലല്ല, നിയമ സംവിധാനത്തെ വിമർശിക്കലല്ല, ആ വിധിയിലെ യുക്തിരാഹിത്യത്തെ ചൂണ്ടിക്കാണിക്കാൻ ഇത് പറഞ്ഞേ മതിയാകൂ എന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഏതായാലും ഇവിടെ പ്രഖ്യാപിച്ച സമരങ്ങൾക്ക്, ഇവിടെ പ്രഖ്യാപിച്ച നമ്മുടെ കൺവെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഫെബ്രുവരി 1 ആ തീയതി എല്ലാവരും മനസ്സിൽ കുറിക്കുക. അത് ഇവിടുത്തെ ക്ഷേത്രങ്ങൾ, സമിതികൾ, ഹിന്ദു സംഘടനകൾ, പൂരപ്രേമികൾ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു വിരാട ഹിന്ദു സംഗമം, നമ്മുടെ സമൂഹത്തിന്റെ വിരാട രൂപത്തിന്റെ പ്രദർശനം, ആ പ്രദർശനമാണ് ഫെബ്രുവരി 1 തൃശ്ശൂർ കാണേണ്ടത്. എന്ത് പറഞ്ഞിട്ടും അർജുനന് ബോധ്യമാകുന്നില്ല. കൃഷ്ണൻ പല കാര്യങ്ങളും പറഞ്ഞു, എന്നിട്ടും അർജുനന് ബോധ്യമാകുന്നില്ല. സംശയമാണ്. ആ സംശയം ഇങ്ങനെ തീരുന്നില്ല. അവസാനം ഭഗവാൻ ചെയ്തൊരു കാര്യമുണ്ട്, തൻ്റെ വിശ്വരൂപ അവിടെ പ്രദർശിപ്പിച്ചു. പിന്നെ അർജുനന് സംശയം ഉണ്ടായിട്ടില്ല. നമുക്കൊരു വിശ്വരൂപ പ്രദർശനം നടത്തണം. ഫെബ്രുവരി 1 ആ വിശ്വരൂപ പ്രദർശനമാകണം നമ്മളിവിടെ നടത്തേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.